ഞാൻ ചാണ്ടിയമ്മൻ എം എൽ എ ആണ്. അപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ ഒരു കൂട്ട ആത്മഹത്യയുണ്ട്. അപ്പം ഡിവൈഎസ്പി പറയാത്തൊരു ഉദ്യോഗസ്ഥനെ അന്വേഷിക്കണം പറഞ്ഞ സ്പെഷ്യൽ മെസ്സഞ്ചർ വഴി അങ്ങനെ ഒരു ഉത്തരവ് തന്നിരുന്നു. 4 പേര് മരിച്ചൊരു സംഭവമാണ്. ആ സംഭവത്തിൽ അതിന്റെ ഗൗരവം ഉൾക്കൊണ്ട് സർക്കാർ പ്രവർത്തിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. എന്റെ കുടുംബത്തിലെ 4 പേരാണെന്ന് ഞാൻ കരുതുന്നത്. കാരണം അത്രയ്ക്ക് വളരെ സിറ്റുവേഷനാണ്. അതിനകത്ത് ഞാൻ വന്ന് രാഷ്ട്രീയം പറഞ്ഞില്ല. എനിക്ക് ചെയ്യാവുന്ന എന്താണ്? എനിക്ക് ആവശ്യപ്പെടാം സർക്കാരിനോട്. സർക്കാർ ഇന്ന് ആ ആവശ്യം ഏറ്റെടുത്തു കഴിഞ്ഞു. ഞാൻ ചാണ്ടിയമ്മൻ എം എൽ എ ആണ്. ഞാൻ വിളിച്ചത് കഴിഞ്ഞ ദിവസം ഞാൻ ഹോം മിനിസ്റ്ററെ കണ്ടിട്ടുണ്ടായിരുന്നു. ഹോം മിനിസ്റ്ററെ കണ്ടപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ ഒരു കൂട്ട ആത്മഹത്യയുണ്ട്. അപ്പം ഡിവൈഎസ്പി പറയാത്തൊരു ഉദ്യോഗസ്ഥനെ അന്വേഷിക്കണം പറഞ്ഞ സ്പെഷ്യൽ മെസ്സഞ്ചർ വഴി അങ്ങനെ ഒരു ഉത്തരവ് തന്നിരുന്നു. ക്രൈം ഡിറ്റാച്ച്മെന്റ് ഡിവൈഎസ്പി അല്ലേ? ഡിസ്ട്രിക്ട് ക്രൈം ഡിവൈഎസ്പി കോട്ടയമാണോ? അദ്ദേഹത്തിന്റെ പേരെന്താണോ? ഓക്കെ. ആ ഉത്തരവ് പക്ഷെ ഇറങ്ങിയില്ല അല്ലേ?
ഉത്തരവ് ഇറങ്ങിയിട്ടില്ല. ഏ അപ്പൊ തന്നെ കൊടുത്തു. പക്ഷെ ടേക്ക് ഓവർ ചെയ്തിട്ടില്ല ഇതുവരെ. ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു. ക്രൈം ഡിറ്റാച്ച്മെന്റ് ഡിവൈഎസ്പി അവർ ഓൾറെഡി കൊടുത്തു കഴിഞ്ഞു. കമ്മ്യൂണിക്കേഷൻ പോയി കഴിഞ്ഞു. ഇനി ടേക്ക് ഓവർ ചെയ്യാനുള്ള കുറച്ച് പ്രൊസീജിയേഴ്സ് ഉണ്ട്. അത് കഴിഞ്ഞ് ഉടനെ ചെയ്യും. ഇത്രയും പെട്ടെന്ന് ഉച്ചയ്ക്ക് മാത്രമേ കിട്ടുള്ളൂ, രാവിലെ ഇല്ല. ഉച്ചയ്ക്ക് ഇന്നുണ്ട്. ഇന്നില്ല, ഞാൻ ബാംഗ്ലൂർ പോകണം. എനിക്ക് ബാംഗ്ലൂർ ഞാൻ രാവിലെ പോകേണ്ട ആളാണ്. ഞാൻ വീട്ടിൽ ഇറങ്ങുന്നില്ല. ആ ഈ സഹകരണ ബാങ്കിന്റെ ഭാഗത്ത് നിന്ന് വീഴ്ച സംഭവിച്ചായിട്ട് വിശ്വസിക്കുന്നു. അല്ല, അതിപ്പം ഞാനൊരു ആക്ഷേപം പറയുന്നത് ശരിയല്ലല്ലോ. അതിനകത്ത് പല ആക്ഷേപങ്ങൾ നടക്കുന്നു. ഞാനിപ്പോൾ ഒരാളെ കമന്റ് ചെയ്യാൻ ഞാൻ റെഡിയല്ല. അന്വേഷണം നടക്കട്ടെ. അന്വേഷണം ഡിവൈഎസ്പി നടത്തും. സഹകരണ മന്ത്രിയെ വിളിച്ച് ഞാൻ സഹകരണ മന്ത്രിയോട് സംസാരിച്ചിട്ടുണ്ട്. സഹകരണ വകുപ്പിന്റെ നേതൃത്വത്തിലും അന്വേഷണം നടക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അന്വേഷണം നടക്കട്ടെ. അന്വേഷണം നടത്തി എന്താ പറയുക, എല്ലാം ക്ലിയർ ആവട്ടെ. അതിനു മുമ്പ് ഞാനൊരു കമന്റ് പറയാൻ റെഡിയല്ല. പക്ഷേ പല ആക്ഷേപങ്ങളും നിലനിൽക്കുന്നുണ്ട്. ഞാൻ അതിനെക്കുറിച്ച് കമന്റ് ചെയ്യും. രാഷ്ട്രീയമില്ല ഇതിനകത്ത്. നമ്മളെ സംബന്ധിച്ച് രാഷ്ട്രീയമല്ല ഇതിനകത്ത്. അതുകൊണ്ട് തന്നെയാണ് ഈ 4ാമത്തെ കുട്ടി കൂടി ജീവൻ രക്ഷിക്കാൻ നമ്മൾ ശ്രമിച്ചു. അതും പരാജയപ്പെട്ടതിന് ശേഷമാണ് ഈ ഒരു ആവശ്യം തന്നെ നമ്മൾ ഉന്നയിച്ചത്. ഈ വീടിന്റെ പരിസരത്തൊക്കെ ഇഷ്ടംപോലെ പോസ്റ്റർ വന്നു കഴിഞ്ഞപ്പോഴാണ് ഇപ്പൊ പോലീസും രാഷ്ട്രീയക്കാരും ഒത്തു കളിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞില്ല, രാഷ്ട്രീയം ഞാൻ പറയുകയില്ല. എന്റെ കുടുംബത്തിൽ 4 പേരാണെന്ന് ഞാൻ കരുതുന്നത്. കാരണം അത്രയ്ക്ക് വളരെ സിറ്റുവേഷനാണ്. അതിനകത്ത് ഞാൻ വന്ന് രാഷ്ട്രീയം പറഞ്ഞില്ല. എനിക്ക് ചെയ്യാവുന്ന എന്താണ്? എനിക്ക് ആവശ്യപ്പെടാം സർക്കാരിനോട്. സർക്കാർ ഇന്ന് ആ ആവശ്യം ഏറ്റെടുത്തു കഴിഞ്ഞു. ഡിവൈഎസ്പി നിയോഗിച്ചിരിക്കുകയാണ്, ക്രൈം ഡിറ്റാച്ച്മെന്റ്. ഇനി സഹകരണ മന്ത്രിയെ കൊണ്ട് ഞാൻ ശക്തമായിട്ട് ആവശ്യപ്പെടും. സഹകരണ മേഖലയിൽ അന്വേഷണം നടക്കട്ടെ. അന്വേഷണം നടക്കുന്നതിന് ആരാ ഭയക്കുന്നത്? ആരും ഭയക്കുന്നില്ല. ഇവിടെ ആർക്കാ പേടി? എന്തിനാ പേടിക്കുന്നത്? ഞങ്ങൾക്ക് എന്തിനാ പേടിക്കുന്നത്? ഞങ്ങളിവിടെ ഇവിടുത്തെ ജനങ്ങളോടൊപ്പം കഴിഞ്ഞ പതിറ്റാണ്ടുകൾ നിന്ന പ്രസ്ഥാനമാണ് ഞങ്ങളുടെയൊക്കെ. ഞങ്ങൾ ആരുമായിട്ട് കോംപ്രമൈസ് ചെയ്യില്ല. ഞങ്ങളുടെ കോംപ്രമൈസ് ജനങ്ങളുമായിട്ട് മാത്രമാണ്. ജനങ്ങളുടെ ഒപ്പമാണ് ഞങ്ങളുടെ ജീവിതം. അതുകൊണ്ട് ജനങ്ങൾക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്ന സാഹചര്യം ആരുടെ ഭാഗത്തു നിന്നുണ്ടായാലും അതിന് നടപടി ഉണ്ടാവും. അതിനകത്ത് ഒരു രാഷ്ട്രീയം നോക്കിയാൽ 4 പേര് മരിച്ചൊരു സംഭവമാണ്. ആ സംഭവത്തിൽ അതിന്റെ ഗൗരവം ഉൾക്കൊണ്ട് സർക്കാർ പ്രവർത്തിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷ.